നിങ്ങളുടെ അമ്മയെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയെ എന്നേക്കുമായി മാറ്റുന്ന ഒരു സത്യമുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പേറിയിരുന്ന പല മുറിവുകളും അതുണക്കും. ഈ സത്യം ആധുനിക മനഃശാസ്ത്രത്തിൽ നിന്നോ സമകാലിക സിദ്ധാന്തങ്ങളിൽ നിന്നോ വരുന്നതല്ല, മറിച്ച് മഹാനായ ആത്മീയ ഗുരു പരമഹംസ യോഗാനന്ദൻ വെളിപ്പെടുത്തിയ പൗരസ്ത്യദേശത്തെ ഏറ്റവും പഴക്കമുള്ളതും പവിത്രവുമായ പഠനങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ആത്മാവിനെ എക്കാലത്തും അറിയാമായിരുന്ന, എന്നാൽ നിങ്ങളുടെ മനസ്സ് മറന്നുപോയ ഒരു കാര്യം ഇന്ന് നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ജനിക്കുന്നതിനു മുമ്പ്, ഈ ലോകത്ത് നിങ്ങളുടെ ആദ്യത്തെ ശ്വാസമെടുക്കുന്നതിനു മുമ്പ്, നിങ്ങളുടെ ആത്മാവ് ഈ ജന്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. നിങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ആ സ്ത്രീയെ, അവരുടെ എല്ലാ നന്മകളും കുറവുകളും അവരുടെ എല്ലാ സ്നേഹവും പരിമിതികളും ഉൾപ്പെടെ നിങ്ങളുടെ ആത്മാവ് കൃത്യമായി തിരഞ്ഞെടുത്തു. ലാറ്റിനമേരിക്കയിലെ നമ്മളിൽ പലരും അമ്മമാരുമായി സങ്കീർണമായ ബന്ധങ്ങളിലൂടെയാണ് വളർന്നുവന്നത്. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്നോ, നിങ്ങളോട് വളരെ കർശനമായി പെരുമാറുന്നുവെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവർ കൂടെയുണ്ടായിരുന്നില്ലെന്നോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അവരുടെ സ്നേഹം ഉപാധികളോടെയുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഊഷ്മളമായ ആലിംഗനം നിങ്ങൾക്കൊരിക്കലും ലഭിച്ചിട്ടുണ്ടാകില്ല. മെക്സിക്കോ മുതൽ അർജന്റീന വരെ, കരീബിയൻ തീരങ്ങൾ മുതൽ ആൻഡീസ് പർവ്വതനിരകൾ വരെ ദശലക്ഷക്കണക്കിന് മക്കൾ ഈ നിശബ്ദമായ വേദന പേറുന്നുണ്ട്. എന്നാൽ ഈ മുറിവുകൾക്ക് പോലും ഒരു പവിത്രമായ ലക്ഷ്യമുണ്ടെന്നും നിങ്ങൾ വെറുമൊരു ആകസ്മികതയുടെയോ യാദൃച്ഛികതയുടെയോ ഇരയല്ലെന്നും യോഗാനന്ദന്റെ പുരാതന പഠനങ്ങൾ ഇന്ന് നമ്മോട് വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ആത്മാവിന് അതിന്റെ അനന്തമായ ജ്ഞാനത്തിൽ ഈ ജീവിതത്തിൽ എന്ത് പാഠമാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി അറിയാമായിരുന്നു. നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഈ രഹസ്യം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? തീർത്തും പുതിയ കണ്ണുകളിലൂടെ നിങ്ങളുടെ അമ്മയെ കാണാൻ നിങ്ങൾ ഒരുക്കമാണോ? പുരാതന ഇന്ത്യൻ ജ്ഞാനത്തെ പാശ്ചാത്യ ലോകത്തേക്ക് കൊണ്ടുവന്ന യോഗിയായ പരമഹംസ യോഗാനന്ദൻ കുടുംബത്തെക്കുറിച്ച് നാം വിശ്വസിക്കുന്ന എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ചു. ഓരോ ജനനത്തിനും മുമ്പ് ആത്മാവ് കർമ്മ അവലോകന അവസ്ഥയിലൂടെ കടന്നുപോകുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സമയത്തിനും സ്ഥലത്തിനും അതീതമായ ഈ അവസ്ഥയിൽ നിങ്ങളുടെ ആത്മാവ് താൻ പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും, തീർക്കേണ്ട കടങ്ങളും, വികസിപ്പിക്കേണ്ട കഴിവുകളും നോക്കിക്കാണുന്നു. അത് നിങ്ങളുടെ ആത്മീയ പരിണാമത്തിന്റെ ഒരു പൂർണ്ണ ഭൂപടം നിങ്ങളുടെ മുന്നിൽ ഉള്ളതുപോലെയാണ്. ആ പവിത്രമായ നിമിഷത്തിൽ നിങ്ങളുടെ ആത്മാവ് യാദൃച്ഛികമായി ഒന്നും തിരഞ്ഞെടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പാഠങ്ങൾ കൃത്യമായി നൽകാൻ കഴിയുന്ന അമ്മയെ അത് ഭൗതിക തലത്തിൽ ശ്രദ്ധയോടെ അന്വേഷിക്കുന്നു. നിങ്ങളുടെ അമ്മയുമായുള്ള ബന്ധം വേദനാജനകമായിരുന്നുവെങ്കിൽ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. മദ്യപാനിയായ ഒരമ്മയെ ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കും? എന്നെ അവഗണിക്കുന്ന, വിമർശിക്കുന്ന, എനിക്ക് സ്നേഹം തരാൻ കഴിയാത്ത ഒരമ്മയെ ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കും? എന്നാൽ യോഗാനന്ദൻ നൽകുന്ന താക്കോൽ ഇതാണ്: നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ അമ്മയെ തിരഞ്ഞെടുത്തത് അവർ തികഞ്ഞവളായതുകൊണ്ടല്ല. അവരുടെ അപൂർണതകളും പോരാട്ടങ്ങളും അവരുടെ സ്വന്തം മുറിവുകളും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് കൃത്യമായ സാഹചര്യം സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ചിന്തിക്കുക: നിങ്ങൾ ഈ ജീവിതത്തിൽ വന്നത് ക്ഷമിക്കാൻ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ ശക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. നിരുപാധികമായ സ്നേഹത്തെക്കുറിച്ച് പഠിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ വ്യത്യാസം മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപാധികളോടെയുള്ള സ്നേഹം അനുഭവിക്കേണ്ടി വന്നിരിക്കാം. ലാറ്റിനമേരിക്കയിലെ പൈതൃക പാരമ്പര്യങ്ങളിൽ നമ്മുടെ മായൻ, ആസ്ടെക്, ഇങ്ക മുത്തശ്ശന്മാർക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ഒരു കണ്ണാടിയാണെന്നും വേഷപ്രച്ഛന്നനായ ഒരു ഗുരുവുമാണെന്നും അവർക്കറിയാമായിരുന്നു. ആൻഡിയൻ നാട്ടുവൈദ്യന്മാർ ഐനി എന്ന പ്രപഞ്ച പരസ്പര ബന്ധത്തിന്റെ തത്വത്തെക്കുറിച്ച് പറയുന്നു. അവിടെ ഓരോ കണ്ടുമുട്ടലിനും ഒരു ദൈവിക ലക്ഷ്യമുണ്ട്. ആമസോണിലെ ജ്ഞാനികൾ പഠിപ്പിക്കുന്നത് നമ്മൾ ജനിക്കുന്നത് പ്രപഞ്ചത്തിന്റെ രൂപകൽപ്പന പ്രകാരം നമുക്ക് അർഹതപ്പെട്ട കുടുംബത്തിലാണെന്നാണ്, അല്ലാതെ യാദൃച്ഛികമായല്ല. നമ്മുടെ പൂർവികർക്ക് നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങൾ യോഗാനന്ദൻ ശാസ്ത്രീയമായ വ്യക്തതയോടെ അവതരിപ്പിച്ചു. ജനിക്കുന്നതിന് മുമ്പേ തന്നെ നാം നമ്മുടെ വിധിയുടെ ശില്പികളാണ്. ക്രൂരമായ ഒരു വിധി നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല നിങ്ങളുടെ അമ്മ. അനന്തമായ സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും നിങ്ങളുടെ സ്വന്തം ആത്മാവ് അവരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തതാണ്. എന്നാൽ നമ്മൾ അമ്മമാരെ തിരഞ്ഞെടുക്കുന്നതിലെ കർമ്മപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മാതാപിതാക്കളുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന നിരവധി തരം ആത്മീയ കരാറുകളുണ്ടെന്ന് യോഗാനന്ദൻ കണ്ടെത്തി. ഒന്നാമത്തെയും ഏറ്റവും സാധാരണവുമായത് കർമ്മകടത്തിന്റെ കരാറാണ്. ഇതിനർത്ഥം മുൻജന്മത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കുമിടയിൽ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഉണങ്ങാത്ത വേദനകളുണ്ടായിരുന്നു. ഇപ്പോൾ അഴിക്കേണ്ട ഊർജ്ജക്കെട്ടുകൾ അന്ന് രൂപപ്പെട്ടിരുന്നു. ഒരുപക്ഷെ മറ്റൊരു ജീവിതത്തിൽ നിങ്ങൾ അവളുടെ അച്ഛനായിരുന്നു, അവളെ ഉപേക്ഷിച്ചു പോയിരിക്കാം. ഒരുപക്ഷെ അവൾ നിങ്ങളുടെ മകളായിരുന്നു, നിങ്ങൾക്ക് അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ നിങ്ങൾ പരസ്പരം ചതിച്ച സഹോദരിമാരോ പരസ്പരം ആഴത്തിൽ മുറിവേൽപ്പിച്ച സുഹൃത്തുക്കളോ ആയിരുന്നിരിക്കാം. ആ പ്രപഞ്ച മുറിവ് ഉണക്കാനുള്ള രണ്ടാമത്തെ അവസരമായി വേഷങ്ങൾ മാറിയോ രൂപാന്തരപ്പെട്ടോ നിങ്ങളിപ്പോൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്.
രണ്ടാമത്തെ തരം കരാർ ഗുരു-ശിഷ്യബന്ധമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പരിണാമത്തിന് നിർണായകമായ ഒന്ന് നിങ്ങളെ പഠിപ്പിക്കാനാണ് നിങ്ങളുടെ അമ്മ വന്നത്. ശ്രദ്ധിക്കുക, ഏറ്റവും ആഴത്തിലുള്ള പാഠങ്ങൾ പലപ്പോഴും വേദനയിലൂടെയാണ് വരുന്നത്, സന്തോഷത്തിലൂടെയല്ല. ഒരു വിമർശകയായ അമ്മ മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിക്കാതെ നിങ്ങളെത്തന്നെ അംഗീകരിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയാകാം. ഒപ്പമില്ലാത്ത ഒരു അമ്മ നിങ്ങളുടെ സ്വന്തം വൈകാരിക സ്വയംപര്യാപ്തത വളർത്താൻ നിങ്ങളെ നിർബന്ധിക്കുകയാകാം. അമിതമായി സംരക്ഷിക്കുന്ന ഒരു അമ്മ ആരോഗ്യകരമായ അതിരുകളുടെ പ്രാധാന്യം നിങ്ങളെ കാണിച്ചു തരികയാകാം. നിങ്ങളെ വേദനിപ്പിച്ച ഓരോ രീതിയും ഓരോ പെരുമാറ്റവും നിങ്ങളെ ഉണർത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു ആത്മീയ കടങ്കഥയായിരുന്നു. ചരിത്രത്തിലെ മഹത്തായ ആത്മാക്കളെ നോക്കൂ. പല വിശുദ്ധർക്കും യോഗികൾക്കും ആത്മീയ നേതാക്കൾക്കും ബുദ്ധിമുട്ടുള്ള ബാല്യകാലങ്ങളുണ്ടായിരുന്നു. മെക്സിക്കോയിലെ സോർ ജുവാന ഇനസ് ഡി ലാ ക്രൂസ് അച്ഛനില്ലാതെയാണ് വളർന്നത്. സൈമൺ ബൊളിവർ കുട്ടിക്കാലം മുതലേ അമ്മയില്ലാത്ത അനാഥനായിരുന്നു. ഈ അനുഭവങ്ങൾ ശിക്ഷകളായിരുന്നില്ല, മറിച്ച് അവരുടെ ആത്മാവിന്റെ ഉരുക്ക് പാകപ്പെടുത്തിയ ചൂളകളായിരുന്നു. മൂന്നാമത്തെ കരാർ തലമുറകളുടെ രോഗശാന്തിയാണ്. ഇവിടെ ലക്ഷ്യം കൂടുതൽ ആഴത്തിലുള്ളതാണ്. തലമുറകളായി നിങ്ങളുടെ വംശത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ രീതികൾ തകർക്കാൻ നിങ്ങൾ സ്വമേധയാ തയ്യാറായി. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ 100 വർഷമായി അമ്മയിൽ നിന്ന് മകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അക്രമത്തിന്റെ ഒരു രീതിയുണ്ടാകാം. ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെടുന്നതിന്റെയോ ലഹരിയുടെയോ വൈകാരിക ദാരിദ്ര്യത്തിന്റെയോ ഒരു രീതിയുണ്ടാകാം. നിങ്ങളുടെ ആത്മാവ് ഈ പാറ്റേൺ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ അത് തകർക്കും. നിങ്ങളുടെ കുടുംബ പരമ്പരയെ മുഴുവൻ സ്വതന്ത്രമാക്കുന്ന അവസാന കണ്ണിയാകാൻ ആ കുടുംബത്തിൽ ആ പ്രത്യേക അമ്മയുടെ കൂടെ ജനിക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്തു. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അമ്മയുമായുള്ള ബന്ധം ഇത്രത്തോളം തീവ്രവും സംഘർഷഭരിതവുമായിരുന്നത്. നിങ്ങൾ അവരുമായി ഒരു വ്യക്തിയെന്ന നിലയിൽ മാത്രമല്ല ഇടപെടുന്നത്, മറിച്ച് അവരിലൂടെ ഒഴുകുന്ന നൂറ്റാണ്ടുകളുടെ കുടുംബകർമ്മങ്ങളുമായാണ്. ലാറ്റിനമേരിക്കൻ നാട്ടുവൈദ്യന്മാർ ഇതിനെ കുടുംബവൃക്ഷം വൃത്തിയാക്കൽ എന്ന് വിളിക്കുന്നു. യോഗാനന്ദൻ അതിനെ കുടുംബകർമ്മം എന്ന് വിളിച്ചു. എന്നാൽ ഇരുവരും ഒരേ സത്യം തന്നെയാണ് അംഗീകരിക്കുന്നത്. ചിലപ്പോൾ നാം ജനിക്കുന്നത് നമ്മുടെ സ്വന്തം പരിണാമത്തിനു വേണ്ടി മാത്രമല്ല, മുഴുവൻ തലമുറകളെയും സ്വതന്ത്രമാക്കാൻ കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങിയിട്ടുണ്ടാകും. ആ അപൂർണയായ സ്ത്രീ നിങ്ങളുടെ ആത്മാവിന് പഠിക്കാൻ ആവശ്യമായ പാഠങ്ങൾക്ക് തികച്ചും അനുയോജ്യയായ അമ്മയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടാകും. കാരണം ഈ പഠനത്തിന്റെ ഏറ്റവും മനോഹരമായ വഴിത്തിരിവ് ഇതാണ്. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. നിങ്ങൾ ഇനി ഇരയല്ല, നിങ്ങൾ സാഹചര്യങ്ങളുടെ പിടിയിലല്ല. നിങ്ങളുടെ കഥയിലെ ഏറ്റവും വേദനാജനകമായ അധ്യായങ്ങളുടെ പോലും രചയിതാവ് നിങ്ങൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ അറിവ് രോഗശാന്തിക്കായി നാം എങ്ങനെ പ്രയോഗിക്കും? പകയെ എങ്ങനെ നന്ദിയായും വേദനയെ എങ്ങനെ ജ്ഞാനമായും മാറ്റാം? നമ്മുടെ ലാറ്റിനമേരിക്കൻ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുത്താൻ കഴിയുന്ന നിരവധി പ്രായോഗിക ഘട്ടങ്ങൾ യോഗാനന്ദൻ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പടി അംഗീകാരത്തിന്റെ ധ്യാനമാണ്. ആരും നിങ്ങളെ ശല്യപ്പെടുത്താത്ത ശാന്തമായ ഒരിടത്ത് ഇരിക്കുക. കണ്ണുകളടച്ച് 3 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അമ്മയെ ഈ ജീവിതത്തിൽ നിങ്ങൾ കണ്ടതുപോലെയല്ല, മറിച്ച് അനശ്വരമായ ഒരു ആത്മാവായി സങ്കൽപ്പിക്കുക. ഈ ശരീരത്തിൽ അവതരിക്കുന്നതിനു മുമ്പ്, അവരുടെ സ്വന്തം മുറിവുകളും ആഘാതങ്ങളും പേറുന്നതിനു മുമ്പ് തിളക്കമുള്ളതും ശുദ്ധവുമായ ഒരു പ്രകാശമായി അവരെ സങ്കൽപ്പിക്കുക. ജനിക്കുന്നതിനു മുമ്പ് ആത്മീയ തലത്തിൽ ആ പ്രകാശമുള്ള ആത്മാവ് നിങ്ങളുടെ പ്രകാശമുള്ള ആത്മാവിനെ കണ്ടുമുട്ടുന്നത് കാണുക. ഇരുവരും ചേർന്ന് ഈ യാത്രയ്ക്ക് സമ്മതിച്ച ആ പവിത്രമായ നിമിഷം സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ആത്മാവ് അവരോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം. എനിക്ക് ആന്തരിക ശക്തിയെക്കുറിച്ച് പഠിക്കണം. എന്റെ അമ്മയായി എന്നെ അത് വികസിപ്പിക്കാൻ സഹായിക്കാമോ? അപ്പോൾ അവരുടെ ആത്മാവ് മറുപടി പറഞ്ഞു, അതെ, ഞാൻ ഈ പവിത്രമായ ദൗത്യം ഏറ്റെടുക്കുന്നു. ഭൂമിയിൽ നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, നീ എന്നെ വിലയിരുത്തിയാലും, നീ എന്നെ കുറച്ചുകാലം തിരസ്കരിച്ചാലും ഞാൻ തയ്യാറാണ്. ഈ പരിശീലനം 7 ദിവസം തുടർച്ചയായി എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ മാറാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. രണ്ടാമത്തെ പടി മോചനത്തിനായുള്ള എഴുത്താണ്. പേപ്പറും പേനയും എടുക്കുക. ഇതിനായി കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത്. കൈകൊണ്ട് എഴുതുമ്പോൾ മാത്രം ലഭിക്കുന്ന ഊർജ്ജബന്ധം നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ഒരിക്കലും അയക്കാത്ത ഒരു കത്ത് അമ്മയ്ക്കെഴുതുക. ഈ കത്തിൽ കോപം, വേദന, നിരാശ, ഒപ്പം പുതിയതായി ലഭിച്ച തിരിച്ചറിവ് എന്നിവയെല്ലാം പ്രകടിപ്പിക്കുക. എഴുതുക, അമ്മേ, ജനിക്കുന്നതിന് മുമ്പ് എന്റെ ആത്മാവ് അമ്മയെ തിരഞ്ഞെടുത്തതാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതിന്റെ കാരണം കൃത്യമായി എനിക്കറിയില്ല, പക്ഷേ അതിനൊരു പവിത്രമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് പഠിക്കാൻ ആവശ്യമായിരുന്നത്. തുടർന്ന് നിങ്ങളുടെ സ്വന്തം സത്യം എഴുതുക. ഈ പരിശീലനം അതിക്രമങ്ങളെ ന്യായീകരിക്കാനോ നിങ്ങൾ അനുഭവിച്ച യഥാർത്ഥ വേദനയെ നിഷേധിക്കാനോ അല്ല. ഇരയും വേട്ടക്കാരനും എന്ന കഥയ്ക്കപ്പുറം നിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ പ്രപഞ്ചപരമായ ധാരണയിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കാനാണ് ഇത്. മൂന്നാമത്തെ പടി സജീവമായ ക്ഷമിക്കൽ എന്ന പരിശീലനമാണ്. യോഗാനന്ദന്റെ പഠിപ്പിക്കലുകളെ
ലാറ്റിനമേരിക്കൻ ഹൃദയത്തിന്റെ ജ്ഞാനവുമായി സംയോജിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. നിങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഓരോ തവണ വരുമ്പോഴും അതിനെ തള്ളിക്കളയുകയോ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നതിനു പകരം ഇത് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ഉറക്കെയോ മനസ്സിലോ പറയുക: ഈ വേദന ഞാൻ തിരിച്ചറിയുന്നു, ഇതിനെ ഞാൻ ബഹുമാനിക്കുന്നു, കൂടാതെ ഈ അനുഭവത്തിലൂടെ എന്റെ ആത്മാവ് പഠിക്കാൻ വന്ന പാഠം കാണാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. തുടർന്ന് കൂട്ടിച്ചേർക്കുക: അമ്മേ, നിങ്ങളെ സ്വതന്ത്രയാക്കുന്നതിലൂടെ ഞാൻ സ്വതന്ത്രനാകുന്നു. നിങ്ങളോട് ക്ഷമിക്കുന്നതിലൂടെ ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിക്കുന്നതിലൂടെ ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നു. ഇതിനർത്ഥം എല്ലാം മറക്കുകയോ വേദനയുണ്ടായിരുന്നില്ല എന്ന് നടിക്കുകയോ അല്ല. ആ ഭാരം തുടർന്നും പേറേണ്ടതില്ല എന്ന് ബോധപൂർവം തീരുമാനിക്കുക എന്നാണ് ഇതിനർത്ഥം. നിങ്ങളുടെ അമ്മയും മുറിവേറ്റ ഒരു കുട്ടിയായിരുന്നുവെന്നും അവരും കർമ്മപരമായ കാരണങ്ങളാൽ അവരുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തുവെന്നും അവർക്കുണ്ടായിരുന്ന പരിമിതമായ ഉപകരണങ്ങൾ വെച്ച് അവർക്ക് കഴിയുന്ന ഏറ്റവും മികച്ചത് ചെയ്യുകയായിരുന്നുവെന്നും തിരിച്ചറിയുക എന്നാണ് ഇതിനർത്ഥം. ലാറ്റിനമേരിക്കയിലുടനീളം നമ്മുടെ മുത്തശ്ശിമാർ അനുഗ്രഹത്തിന്റെ ശക്തി നമ്മെ പഠിപ്പിച്ചു. ആരെങ്കിലും നമ്മെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ ജ്ഞാനികളായ പ്രായമായ സ്ത്രീകൾ നമ്മോട് പറയുന്നു, അവരെ അനുഗ്രഹിച്ചു പോകാൻ അനുവദിക്കുക. യോഗാനന്ദൻ കൃത്യമായി ഇതുതന്നെ പഠിപ്പിച്ചു. എന്നാൽ യോഗയുടെ ഭാഷയിൽ: നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് പ്രകാശമയക്കുക, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കർമ്മചരടുകൾ നിങ്ങൾ മുറിച്ചുമാറ്റുന്നു. നിങ്ങളുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തയ്യാറല്ലെന്ന് തോന്നുകയാണെങ്കിൽ, ഈ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അവരുമായി ബുദ്ധിമുട്ടുള്ള ഒരു സംഭാഷണം നടത്തേണ്ട ആവശ്യമില്ല. ഈ രോഗശാന്തിയുടെ ജോലി നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. എന്നാൽ അവരോടുള്ള നിങ്ങളുടെ ഊർജ്ജം മാറുമ്പോൾ, നിങ്ങളുടെ വേദനയുടെ കാരണമായി അവരെ കാണുന്നത് നിർത്തി വേഷപ്രച്ഛന്നയായ നിങ്ങളുടെ ആത്മീയ ഗുരുവായി അവരെ കാണാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു മാന്ത്രികത സംഭവിക്കുന്നത് നിങ്ങൾ കാണും. വാക്കുകളില്ലാതെ തന്നെ ബന്ധം മാറാൻ തുടങ്ങുന്നു. നിങ്ങളുടെ അമ്മ ഈ ലോകം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ജോലി അതിലും ശക്തമാണ്. കാരണം മനുഷ്യ അഹങ്കാരത്തിന്റെ പരിമിതികളും പ്രതിരോധങ്ങളുമില്ലാതെ ഇരു ആത്മാക്കൾക്കും ഇപ്പോൾ കൂടുതൽ സ്വതന്ത്രമായി ആശയവിനിമയം നടത്താൻ കഴിയും. ഈ പഠനത്തിന്റെ ഹൃദയമായി യോഗാനന്ദൻ കണക്കാക്കിയ ഏറ്റവും ആഴത്തിലുള്ള ധാരണയിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നതിന്റെ പരമമായ ലക്ഷ്യം കേവലം വ്യക്തിപരമായ പാഠങ്ങൾ പഠിക്കുക മാത്രമല്ല, നമ്മുടെ യഥാർത്ഥ ദൈവിക സ്വഭാവം ഓർക്കുക കൂടിയാണ്. നിങ്ങളുടെ അമ്മയുമായുള്ള ഓരോ അനുഭവവും, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളവ, നിങ്ങളെ ഒരു അവശ്യ ചോദ്യത്തിലേക്ക് തള്ളിവിടാനാണ് രൂപകൽപ്പന ചെയ്തത്. ഈ കുടുംബകഥയ്ക്കപ്പുറം ഞാൻ ആരാണ്? മുറിവുകൾക്കപ്പുറം ഞാൻ ആരാണ്? എന്റെ ഏറ്റവും ശുദ്ധമായ സത്തയിൽ ഞാൻ ആരാണ്? നിങ്ങൾ ഇപ്പോഴും എവിടെയാണ് അഹങ്കാരവുമായി താതാത്മ്യം പ്രാപിക്കുന്നതെന്ന് കാണിച്ചുതരാൻ നിങ്ങളുടെ അമ്മ മികച്ച ഒരു കണ്ണാടിയായിരുന്നു. നിങ്ങൾ വെറും ഈ ശരീരമാണെന്നും ഈ വ്യക്തിത്വമാണെന്നും വേദനയുടെ ഈ കഥയാണെന്നും നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എവിടെയാണെന്ന് അവർ കാണിച്ചു തന്നു. അവർ നിങ്ങളെ വേദനിപ്പിച്ച ഓരോ തവണയും നിങ്ങൾ ഇപ്പോഴും ആത്മീയമായി ഉറങ്ങിക്കിടക്കുന്ന ഒരിടം അവർ നിങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. സ്നേഹം ഇല്ലാതാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരിടം, നിങ്ങളുടെ മൂല്യം ബാഹ്യമായ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരിടം. എല്ലാ പാരമ്പര്യങ്ങളിലെയും വലിയ യോഗികൾ പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. നാം ഈ ലോകത്തേക്ക് വരുന്നത് നാം അനശ്വരമായ ആത്മാക്കളാണെന്നോർക്കാനാണ്. ഒരു താൽക്കാലിക മനുഷ്യാനുഭവമുള്ള ആത്മാക്കളാണ്, അല്ലാതെ ഒരു ആത്മീയ അനുഭവം ഉണ്ടാകാൻ ശ്രമിക്കുന്ന മനുഷ്യരല്ല. നിങ്ങളുടെ അമ്മ അവരുടെ അപൂർണമായ മനുഷ്യത്വത്തോടെ ഭൗതിക ലോകത്തിന്റെ മിഥ്യയിൽ ഉറങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങളെ സഹായിച്ചു. നിങ്ങളെ എപ്പോഴും പിന്തുണയ്ക്കുന്ന, നിരുപാധികമായി സ്നേഹിക്കുന്ന, എപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുന്ന തികഞ്ഞ ഒരു അമ്മയായിരുന്നു നിങ്ങളുടേതെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള സത്യം അന്വേഷിക്കാതെ ഈ മാനത്തിൽ നിങ്ങൾ സുഖമായി കഴിഞ്ഞേനെ. ഇതിനപ്പുറം എന്താണുള്ളത്? ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചോദിക്കില്ലായിരുന്നു. എന്നാൽ അവരുമൊത്ത് നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങളെ ഉണർത്തി, നിങ്ങളെ ഈ നിമിഷത്തിൽ ഈ വാക്കുകൾ കേൾക്കുന്ന കൂടുതൽ ഉയർന്ന അറിവിലേക്ക് ഹൃദയം തുറക്കുന്ന ആത്മീയ അന്വേഷണത്തിന്റെ പാതയിലാക്കി. ഇത് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു കഥ ആൻഡിയൻ ഗുരുക്കന്മാർ പറയുന്നുണ്ട്. ജനിക്കുന്നതിനു മുമ്പ് ഓരോ ആത്മാവും പ്രപഞ്ചത്തിലെ മുതിർന്നവരുടെ സമിതിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് അവർ പറയുന്നു. ഈ മുതിർന്നവർ ആത്മാവിന് 2 വഴികൾ കാണിച്ചു കൊടുക്കുന്നു: എളുപ്പമുള്ള വഴിയും ബുദ്ധിമുട്ടുള്ള വഴിയും. എളുപ്പമുള്ള വഴി നിങ്ങൾക്ക് സുഖപ്രദമായ ഒരു ജീവിതവും സ്നേഹമുള്ള ഒരു കുടുംബവും കുറഞ്ഞ ബുദ്ധിമുട്ടുകളും നൽകും, എന്നാൽ കുറഞ്ഞ വളർച്ചയും നൽകും. ആ ജീവിതത്തിന്റെ അവസാനത്തിൽ പോകുന്നതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നോ ഏറെക്കുറെ അതേ ആത്മാവായി തന്നെ നിങ്ങൾ ആത്മീയ ലോകത്തേക്ക് മടങ്ങും. ബുദ്ധിമുട്ടുള്ള വഴി നിങ്ങൾക്ക് വെല്ലുവിളികളും വേദനയും ആഘാതവും വരെ നൽകും, എന്നാൽ അത് നിങ്ങൾക്ക് അതിവേഗമുള്ള വളർച്ചയ്ക്കുള്ള അവസരങ്ങളും നൽകും. ആ ജീവിതത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ രൂപാന്തരപ്പെട്ട് പ്രകാശമുള്ളവരായി മറ്റുള്ളവർ 10 ജന്മം കൊണ്ടെടുത്ത് പഠിക്കുന്നത് ഒരു ജീവിതത്തിൽ പഠിച്ചു മടങ്ങിവരും. ധീരരായ ആത്മാക്കൾ, പോരാളികളായ ആത്മാക്കൾ എപ്പോഴും ബുദ്ധിമുട്ടുള്ള വഴി തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ആ ധീരരായ ആത്മാക്കളിൽ ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ നേരിട്ട ഓരോ വെല്ലുവിളിയും തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ജ്ഞാനം കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും? യോഗാനന്ദൻ വളരെ വ്യക്തമായിരുന്നു. ബുദ്ധിപരമായ ധാരണ മാത്രം പോരാ,
നിങ്ങൾ ഈ സത്യം ജീവിക്കണം. നിങ്ങളുടെ അമ്മയുമായുള്ള ബന്ധം മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും, നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റാൻ അത് നിങ്ങളെ അനുവദിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള ഓരോ വ്യക്തിയെയും നിങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്ത മറ്റൊരു ഗുരുവായി കാണാൻ തുടങ്ങുക. ഓരോ വെല്ലുവിളിക്കു മുന്നിലും നിങ്ങളോട് തന്നെ ചോദിക്കാൻ തുടങ്ങുക, ഇതിലൂടെ എന്റെ ആത്മാവ് എന്താണ് പഠിക്കാൻ വന്നത്? ഈ കാഴ്ചപ്പാട് യഥാർത്ഥ വേദനയെ നിഷേധിക്കുന്നില്ല, ദുരുപയോഗത്തെ ന്യായീകരിക്കുന്നില്ല, വിഷലിപ്തമായ സാഹചര്യങ്ങളിൽ തുടരാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഇരയാക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നല്ല, ഉയർന്ന ധാരണയുടെ തലത്തിൽ നിന്ന് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നിങ്ങളുടെ അമ്മയുമായി നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങളുടെ ആത്മീയ കരാറിനെ മാനിച്ചുകൊണ്ട് തന്നെ ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കാൻ കഴിയും. നിങ്ങൾക്ക് ജീവൻ നൽകിയ ആത്മാവിനെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ മോശമായ പെരുമാറ്റത്തോട് ഇനി വേണ്ട എന്ന് പറയാനും നിങ്ങൾക്ക് കഴിയും. യോഗാനന്ദന്റെ ജ്ഞാനവുമായി ലാറ്റിനമേരിക്കൻ ഭക്തിയെ സംയോജിപ്പിക്കുന്ന ശക്തമായൊരു പ്രാർത്ഥന ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇത് ചൊല്ലാം. ദിവ്യയായ പ്രപഞ്ചമാതാവേ, എന്റെ പരിണാമത്തിന് തിരിച്ചും അനുയോജ്യമായ ഭൗതിക അമ്മയെ എനിക്ക് അയച്ചു തന്നതിന് നന്ദി. ക്ഷമിക്കേണ്ടതെല്ലാം ഞാൻ ക്ഷമിക്കുന്നു, സുഖപ്പെടുത്തേണ്ടതെല്ലാം ഞാൻ സുഖപ്പെടുത്തുന്നു. കൂടാതെ ഓരോ അനുഭവത്തിനു പിന്നിലുമുള്ള സ്നേഹം കാണാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. എന്റെ ജീവിതം എന്റെ അമ്മയുടെ ത്യാഗത്തെയും എന്റെ ആത്മാവിന്റെ ധൈര്യത്തെയും ബഹുമാനിക്കട്ടെ. എന്റെ കുടുംബ പരമ്പരയുടെ കർമ്മചങ്ങലകൾ പൊട്ടിച്ച് എന്റെ ദൈവിക വിധിയിലേക്ക് എനിക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയട്ടെ. ഓം ശാന്തി ശാന്തി. ക്ഷമയുടെയും ധാരണയുടെയും ഊർജ്ജം നിങ്ങളിലൂടെ ഒഴുകുന്നതനുഭവിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ഈ പ്രാർത്ഥന ചൊല്ലുക. നിങ്ങളുടെ ഉള്ളിൽ എന്തോ സ്വതന്ത്രമാകുന്നതുവരെ എത്ര തവണ വേണമെങ്കിലും ഇത് ആവർത്തിക്കുക. ആത്മീയ പാരമ്പര്യത്തിലെ ഏറ്റവും പവിത്രമായ പഠനങ്ങളിലൊന്നാണ് നിങ്ങൾക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ സാഹചര്യങ്ങളുടെ ഇരയല്ല, മറിച്ച് നിങ്ങളുടെ വിധിയുടെ സഹസ്രഷ്ടാവാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളുടെ അമ്മ അവരുടെ എല്ലാ അപൂർണതകളോടും കൂടി തികഞ്ഞ ആത്മാവായ നിങ്ങൾക്ക് അനുയോജ്യയായ അമ്മയായിരുന്നുവെന്ന്, ഓരോ വേദനയ്ക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നുവെന്നും, ഓരോ കണ്ണീരും ജ്ഞാനത്തിന്റെ വിത്തായിരുന്നുവെന്നും, ഓരോ മുറിവും മാറ്റത്തിനായുള്ള കവാടമായിരുന്നുവെന്നും നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അവയെ മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ ആത്മാവിന് അറിയാമായിരുന്നതുകൊണ്ട് നിങ്ങൾ ധീരമായി ഏറ്റവും പ്രയാസകരമായ വെല്ലുവിളികൾ തിരഞ്ഞെടുത്തുവെന്നറിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് തലയുയർത്തി ജീവിതത്തിലൂടെ നടക്കാം. നിങ്ങൾ വിചാരിച്ചതിലും ശക്തനാണ് നിങ്ങൾ, നിങ്ങൾ സങ്കൽപ്പിച്ചതിലും ജ്ഞാനിയാണ് നിങ്ങൾ. നിങ്ങളുടെ അമ്മയുമായുള്ള നിങ്ങളുടെ കഥ നിങ്ങളുടെ ദുരന്തമെന്നതിലുപരി നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മീയ വിജയമാണ്. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങളുടെ ആത്മാവിൽ ആഴത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ ദൈവിക സ്വഭാവത്തിലേക്ക് ഉണരാൻ നിങ്ങളെ സഹായിക്കുന്നതിനായി നമ്മുടെ ലാറ്റിനമേരിക്കൻ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുത്തിയ ആത്മീയ പാരമ്പര്യത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള പഠിപ്പിക്കലുകൾ ഞങ്ങളിവിടെ പങ്കിടുന്നു. ഉയർന്ന ധാരണയുടെ വാതിലുകൾ തുറക്കുന്ന ഒരു താക്കോലാണ് ഓരോ വീഡിയോയും. നിങ്ങൾ യാദൃച്ഛികമായി ഇവിടെ വന്നതല്ല. ഈ സന്ദേശം സ്വീകരിക്കാൻ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ കൃത്യമായി ഇവിടെ കൊണ്ടുവന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഉണർവിന്റെ ഈ പവിത്രമായ യാത്രയിൽ ഒരുമിച്ച് തുടരാൻ നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കുക. ഒപ്പം കമന്റുകളിൽ എന്നോട് പറയുക, ഇത് കേട്ടതിനു ശേഷം നിങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയോ? നിങ്ങളുടെ ആത്മാവ് അവരിലൂടെ പഠിക്കാൻ വന്ന പാഠം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ സത്യം പങ്കുവയ്ക്കുക. കാരണം നിങ്ങളുടെ കഥ മറ്റൊരാൾക്ക് സുഖപ്പെടാൻ ആവശ്യമായ വെളിച്ചമായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക ക്രിസ്തുവിന്റെ അനന്തമായ സമാധാനം നിങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ. നമസ്തേ.